ക്രിപ്റ്റോ കറൻസി അത് ശരിക്കും എന്നെ വല്ലാതെ അട്രാക്റ്റ് ചെയ്തൊരു സംഭവമാണ്. കാരണം 2010 $1 കിടന്ന സമയത്ത് എന്നോട് 1000 ടോക്കൺ എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ എടുക്കാത്ത വ്യക്തിയാണ്. പക്ഷേ ഈ കൊറോണ സമയത്ത് എന്നെ മീറ്റ് ചെയ്ത 1-2 വ്യക്തിയിൽ നിന്നും എനിക്കുണ്ടായ ചില മാറ്റങ്ങളാണ് GCD ടോക്കൺ, ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്. അതായത് ലോകത്താദ്യമായിട്ട് തന്നെ 10ഓളം ഫിസിക്കൽ പ്രൊജക്റ്റുമായിട്ട് വന്ന കമ്പനിയാണ് GCD ടോക്കൺ. അതിൻ്റെ ആദ്യത്തെ പ്രൊജക്റ്റാണ് GCD മാർട്ട്. അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ ഒരു മൾട്ടി വെണ്ടർ ഇ-കൊമേഴ്സ് ആയിട്ടാണ് ഇപ്പോൾ ഏകദേശം 100ഓളം കമ്പനികൾ ഇതിനകത്തേക്ക് ആഡായി കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങളുടെ ഡിസ്പ്ലേ സെൻറ്റർ ചേർത്തലയിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അതുകൂടാണ്ട് ഇപ്പോൾ പത്തനംതിട്ടയിൽ വള്ളംകുളത്ത് ഞങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റ് വരുവാണ്. ഇതേപോലെ തന്നെ നിരവധി 10 പ്രൊജക്റ്റോളം ഫിസിക്കലായിട്ട് കൊണ്ടുവന്ന ലോകത്തെ ആദ്യത്തെ കമ്പനിയാണ് GCD ടോക്കൺ. ഇന്ന് നിങ്ങളുടെ അടുത്ത് ഇതിനെപ്പറ്റി ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാണ്ട് നമ്മുടെ മാർക്കറ്റിംഗ് മാനേജരും ആയിട്ടുള്ള നമ്മുടെ രാമചന്ദ്രൻ സാറിനെ ക്ഷണിക്കുകയാണ് 2 വാക്ക് പറയാനുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ. ഞങ്ങളുടെ പ്രോജക്റ്റിനെ കുറിച്ച് സാറ് പറഞ്ഞിരുന്നു. ഇന്നൊരു വളരെ വ്യത്യസ്തമായ ഒരു കൺസെപ്റ്റാണ് ഞങ്ങളുടെ വന്നിരിക്കുന്നത്. ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഞങ്ങളുടെ പേരിൽ തന്നെ ഉണ്ട്. ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് തന്നെ രൂപകൽപ്പന ചെയ്ത ഒരു പ്രസ്ഥാനമാണ് GCD എന്ന് പറയും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ന് നിങ്ങൾക്കറിയാം ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ചും, അല്ലെങ്കിൽ നമുക്ക് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുമ്പോൾ തന്നെ ഡിജിറ്റൽ കറൻസിയാണ് അല്ലേ. ലോകത്തെമ്പാടും ഇന്ന് ഡിജിറ്റൽ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിൽ മാത്രം ഇതുവരെ അത് പോപ്പുലർ ആയിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള അംഗീകാരങ്ങൾ വന്നിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും വെരി അടുത്ത് തന്നെ ഇന്ത്യയിലും അതിൻ്റെ അംഗീകാരങ്ങൾ വന്നേ പറ്റുള്ളൂ. ലോകമെമ്പാടും അംഗീകരിച്ച ഒരു കറൻസിയാണ് ഡിജിറ്റൽ കറൻസി അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. നമുക്ക് ആദ്യമേ ക്രിപ്റ്റോ കറൻസി എന്ന് വരുമ്പോൾ ബിറ്റ് കോയിനാണ് ഓർമ്മയിൽ വരുന്നത് ഇല്ലേ. അതുപോലെ തന്നെ ആ ക്രിപ്റ്റോ ഡിജിറ്റൽ കറൻസിയിൽ ബേസ് ചെയ്ത് ഞങ്ങൾ 10ഓളം ഫിസിക്കൽ പ്രോജക്റ്റ് ലോകത്ത് ആദ്യമായിട്ട്, നിങ്ങൾക്കറിയാം ക്രിപ്റ്റോ കറൻസിയിൽ എല്ലാവരും ട്രേഡിങ്ങും മാർക്കറ്റിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ 10ഓളം ഫിസിക്കൽ പ്രോജക്റ്റുകളിൽ നമ്മുടെ ഇന്ത്യയിൽ എന്നല്ല ലോകമെമ്പാടുമുള്ള ഫിസിക്കൽ പ്രോജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഒന്നാമത്തെ നമ്മുടെ പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞു, നമ്മുടെ GCD മാർട്ട്. ഇത് ആൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 2023 ഇത് തുടക്കം കുറിച്ചതാണ്. ഇതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ ആദ്യത്തെ പ്രോജക്റ്റ് നമ്മുടെ GCD മാർട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു GCD ന്യൂസ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് ബിസിനസ്സുകാർക്കൊക്കെ നമുക്ക് ധാരാളം നമ്മൾ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടേതായ ഒരു ചാനലില്ലെങ്കിൽ എന്താണ് പല റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. നമുക്ക് ഒത്തിരി പണം മുടക്കേണ്ടതായും മറ്റു ചാനലുകളെ ആശ്രയിക്കുമ്പോൾ നമുക്ക് ധാരാളം പണം ചിലവാക്കേണ്ടി വരും. നമുക്ക് സ്വന്തമായിട്ടൊരു ചാനലുണ്ടെങ്കിൽ നമുക്ക് എന്തും ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഒരു അവസരമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം നമുക്കുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ആദ്യമേ തന്നെ നമുക്കൊരു GCD ന്യൂസ് ചാനൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഓരോ വർഷവും ഓരോ പ്രോജക്റ്റാണ്, 10 പ്രോജക്റ്റുകളാണ്. അടുത്ത പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഹൈപ്പർ മാർക്കറ്റാണ്. ഹൈപ്പർ മാർക്കറ്റ് നമ്മൾ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ 14 ജില്ലകളിലും തുടങ്ങാനുള്ള തുടക്കമെന്ന് കുറിച്ചുകൊണ്ട് നമ്മൾ പത്തനംതിട്ടയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ പ്രോജക്റ്റുകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഓരോ ഷെയറായിട്ട് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭവീതവും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പ്രോജക്റ്റ്, ഈ 10ഓളം ഫിസിക്കൽ പ്രോജക്റ്റുകളിൽ നിന്ന് ഒന്നാമത്തെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാർട്ടിൻ്റെ കാര്യം പറഞ്ഞു. രണ്ടാമത്തെ പ്രോജക്റ്റ് ഒന്ന് ഹൈപ്പർ മാർക്കറ്റാണ്. നമുക്കറിയുന്ന ഹൈപ്പർ മാർക്കറ്റിൻ്റെ സാധ്യത, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറാണ്. അത് ബിൽഡിങ്ങും അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങളിലേക്ക് വരുന്ന ഇൻഫ്രാസ്ട്രക്ചറാണ്. പിന്നെ നമുക്കുള്ള മീഡിയ ആൻഡ് ഫിലിം ഇൻഡസ്ട്രി, വലിയൊരു ഹോപ്പുള്ള ഇൻഡസ്ട്രിയാണ് മീഡിയ ആൻഡ് ഫിലിം ഇൻഡസ്ട്രി. പിന്നെ അഗ്രികൾച്ചർ, ഫാമിംഗ് ആൻഡ് റിയൽ എസ്റ്റേറ്റ്. നമുക്കറിയാം ഇന്ന് ഫാമിങ്ങും റിയൽ എസ്റ്റേറ്റിൻ്റെ സാധ്യതകളെക്കുറിച്ചും, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ, നമുക്ക് സ്വന്തമായിട്ടുള്ള മാനുഫാക്ചറിങ് യൂണിറ്റുകൾ തുടങ്ങാനും, അതുപോലെ നമ്മളോട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അവരുടേതായ മാനുഫാക്ചർ ചെയ്ത പ്രോഡക്റ്റുകൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലും നമ്മുടെ മീഡിയയിൽ കൂടി നമുക്കത് ഡെലിവറി ചെയ്യാനും ഒക്കെയുള്ള സംവിധാനങ്ങളാണ്, അല്ലെങ്കിൽ അത് പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ നമ്മൾ IT ഇൻഡസ്ട്രി, ഇന്ന് ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് IT ഇൻഡസ്ട്രി, അതും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രാവൽ ആൻഡ് ടൂറിസം. നമുക്കറിയുന്നത് ടൂറിസത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എത്ര പറഞ്ഞാലും മതി വരാത്തുള്ള കാര്യങ്ങൾ ടൂറിസത്തിനെ കുറിച്ച് ബെനിഫിറ്റ്സുകളുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ആൻഡ് നമുക്ക് ഹെൽത്ത് കെയർ. അപ്പോൾ ഇതിൻ്റെ ഹോസ്പിറ്റൽ ആ മേഖലയിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുണ്ട്. പിന്നെ നമുക്ക് ഇത് വേൾഡ് വൈഡ് ബിസിനസ് എക്സ്പാൻഷൻ, ഈ 10 പ്രോജക്റ്റുകളുടെയും പൂർണ്ണമായിട്ടുള്ള ഒരു സമ്മേളനം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയായിട്ടുള്ള അല്ലെങ്കിൽ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം എല്ലാം കൂടിയാണ് 10ാമത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാം കൂടി ലാഭവിഹിതം എന്ന് പറയുന്നത് ഇതിൻ്റെ മെമ്പേഴ്സിനാണ്. ആരാണോ ഇതിനകത്ത് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ ടോക്കൺ എടുത്തിരിക്കുന്ന ആളുകൾക്ക് നമുക്ക് അതിൻ്റെ ലാഭവിഹിതം കിട്ടുന്ന രീതിയിലാണിത് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇത് 2 ഓപ്ഷൻ ഉണ്ടാവും. ഒന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒന്നും ചെയ്യാതെ നമ്മൾ വാച്ച്
ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ടോക്കണിൻ്റെ വില വരുന്നതനുസരിച്ച് നമുക്ക് ലാഭവീതം കിട്ടുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് നമ്മുടെ പങ്കാളിയായിട്ട് തന്നെ ബിസിനസ് ചെയ്ത് ലാഭവീതം നേടുന്നതിനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പുറകെ ഞങ്ങൾ അറിയിക്കാം. എല്ലാവർക്കും ഉള്ള ബ്രോഷറുകൾ ഞങ്ങളുണ്ട്. എല്ലാവർക്കും ബ്രോഷറുകൾ ഞങ്ങൾ തരാം. അതിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എല്ലാ അവസരങ്ങളുണ്ട്. നമ്മുടെ വെബ്സൈറ്റുകളുണ്ട്. എല്ലാ പ്രോജക്റ്റും റണ്ണിങ് ആയിട്ടുള്ള വെബ്സൈറ്റുകളും എല്ലാം ഇതിലുണ്ട്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളെ കേട്ടിരുന്ന ഞങ്ങളുടെ പ്രോജക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ഈ GCD എന്ന പ്രസ്ഥാനം GCD ഇൻ്റർനാഷണൽ ബിസിനസ് ക്ലബ്ബ് രൂപീകരിക്കാൻ പോവുകയാണ്. ഈ ഇന്ത്യയിലെ തന്നെ ഇന്ത്യയിൽ മാത്രമല്ല എല്ലായിടത്തെയും ബിസിനസ്സുകാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇൻ്റർനാഷണൽ ബിസിനസ് ക്ലബിന് രൂപം കൊടുക്കുകയാണ്. അതിൽ പല രീതിയിലുള്ള നേട്ടങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഓക്കെ, താങ്ക് യു.